ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ജപ്പാൻ ടൂർ വിശേഷങ്ങളൊക്കെ അറിയാൻ ഒരുപാട് പേർ കാത്തിരിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ടൂർ സാധാരണക്കാരെ പോലെ അല്ലെന്ന കാര്യം. ചെറുപ്പം മുതൽക്ക് എൻ്റെ ഹസ്ബൻഡിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പ്രായമായപ്പോൾ അത് കുറച്ചും കൂടി കൂടി. ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. ഞങ്ങൾക്ക് യാത്രയോടും അമിതമായ പ്രണയമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പണ്ട് ഇദ്ദേഹത്തെ വീൽ ചെയറിൽ വെച്ചുകൊണ്ട് ജെറുസലേം മുഴുവൻ ചുറ്റിക്കറങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് പ്രായമായതിനാൽ എനിക്ക് അദ്ദേഹത്തെ വീൽ ചെയറിൽ വെച്ച് കുന്നും മലയും അതുപോലെ എയർപോർട്ടിലെ സ്റ്റീപ്പായ കയറ്റവും ഇറക്കവും ഒക്കെ വീൽ ചെയർ തള്ളിക്കയറ്റാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നിങ്ങൾക്കറിയാവില്ല എൻ്റെ സ്ലോഗൻ എന്താണെന്ന്? നോ റിട്രീറ്റ്, നോ സറണ്ടർ. അതുകൊണ്ട് 8 ദിവസത്തെ ജപ്പാൻ ടൂർ ഞങ്ങൾക്കാകാവുന്നതുപോലെ അടിച്ചു പൊളിച്ചു. ജപ്പാൻ ടൂർ സാധാരണ ടൂർ പോലെയല്ല, ഒരുപാട് നടക്കാനുണ്ട്. കാരണം കാണാനുള്ള ഓരോ സ്ഥലങ്ങൾ, ഇവിടെ അധികം സ്ഥലമില്ലാത്തതിനാലുണ്ടല്ലോ, നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ടൂർ ബസ് കൊണ്ടുപോയി ദൂരെയൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് ചെല്ലുന്നിടത്തോളം ദൂരം ഒരുപാട് ദൂരമാണ്. വീൽ ചെയർ കൊണ്ടുപോകുന്നിടത്തെല്ലാം ഞാൻ അദ്ദേഹത്തെയും കൊണ്ടുപോയി. സ്റ്റെപ്പ് വഴിയൊന്നും വീൽ ചെയർ കൊണ്ടുപോകാനുള്ള കഴിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു. ഞാൻ ഈ വീൽ ചെയറും തള്ളിക്കൊണ്ട് നടന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ അത്യാവശ്യത്തിന് കാണേണ്ട ഭാഗങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഈ ജപ്പാൻ ടൂർ ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിപ്പിച്ചു തന്ന ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സേഫായിട്ട് അവിടെ പോയി എല്ലാം കാണുവാനും കേൾക്കുവാനും തിരിച്ച് സസുഖം എത്തുവാനും സാധിച്ചത്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ പോയത് വീണ ട്രാവൽസ് വഴിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ട്രാവൽ ഏജൻ്റാണ്. മുഴുവൻ പേരും ഹിന്ദിക്കാരല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. എന്നെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ 40 പേരുണ്ടായിരുന്നു. എന്നാൽ ഒരു കപ്പിൾ ഒഴിച്ച് ബാക്കി 38 പേരും റിട്ടയേർഡായ ആൾക്കാരായിരുന്നു. ശരിക്കും നല്ല പ്രായമുള്ളവർക്ക്, ശരിക്കും കുറച്ച് പേർക്കൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നീ സർജറി ചെയ്തവരും ഒക്കെയുണ്ട്. അവരെല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവരുടെ യങ് ഏജിൽ അവർക്ക് ഇതുപോലെയൊന്നും എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല. മക്കളൊക്കെ ഇപ്പോൾ അവരുടെ കാര്യം നോക്കി ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അത് കണ്ടപ്പോൾ ഇവർക്കും നഷ്ടബോധം തോന്നി. അതുകൊണ്ട് ഞങ്ങളും അങ്ങ് ലാവിഷായിട്ട് ജീവിക്കാമെന്ന് കരുതി ഉള്ള ടൂറുകൾക്കെല്ലാം അവർ പോവുകയാണ്. അവർ യൂറോപ്പെല്ലാം പോയി, സ്വിറ്റ്സർലൻഡിന് പോയി, പിന്നെ ഗ്രീസിന് പോയി. ഗ്രീസ് കണ്ടിട്ട് അത്രയ്ക്കും ജപ്പാനോളം ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ഗ്രീസിൻ്റെ യാത്ര മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവർ പറഞ്ഞത് എത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെയൊക്കെ പ്രായമുള്ളവർക്കൊന്നും യങ് ആയിട്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ ആകാവുന്ന കാലത്തൊന്നും ഇതുപോലെയൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്പം റിട്ടയറായി മക്കളൊക്കെ നല്ല നിലയിലായി അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോകുമ്പോൾ നമ്മൾക്കും പണ്ട് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ, യാത്രകളാവട്ടെ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നത് പോലെ അതെല്ലാം എൻജോയ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതുപോലത്തെ ടൂറൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മുട്ടുവേദനയും ആർത്രൈറ്റിസും ഒക്കെ പമ്പ കിടക്കുമെന്നേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലവാക്കുന്ന പണത്തിൻ്റെ 10 ഇരട്ടി സ്വീറ്റ് മെമ്മറീസും സന്തോഷവുമായിട്ടായിരിക്കും നമ്മൾ മടങ്ങി എത്തുക. വന്നൊന്ന് റെസ്റ്റ് ചെയ്ത് ക്ഷീണമെല്ലാം മാറ്റിക്കഴിയുമ്പോൾ അടുത്ത ടൂറിന് ഒന്ന് പ്ലാൻ ചെയ്യാമെന്നേ. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഈ വീഡിയോ എൻ്റെ ജപ്പാൻ ടൂറിൻ്റെ വെറും ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. 8 ദിവസം കണ്ട കാര്യങ്ങൾ മുഴുവനും കൂടെ പറയണമെങ്കിൽ എനിക്കറിയത്തില്ല എത്ര മണിക്കൂർ എടുക്കുമെന്ന്. പക്ഷേ നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തത്തില്ല. കണ്ട പ്രധാന ഭാഗങ്ങളെല്ലാം ഞാൻ ഓരോ ചെറിയ വീഡിയോകളിലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് വെയിറ്റിംഗ്. അയ്യോ, ആരും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ശരിക്കും ജപ്പാനിൽ വളരെ ഹൃദയസ്പർശിയായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിനായിട്ടെല്ലാം കീപ്പ് വെയിറ്റിംഗ്. ഓക്കെ, സീ യു ദെൻ.